റെൻ്റബിൾ ടൈംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മളൊരു സുഹൃത്തിൻ്റെ വീട്ടിൽ സ്വന്തമായിട്ട് ചെയ്ത ഒരു 5 കിലോ വാട്ടിൻ്റെ ഒരു ഓഫ് ഗ്രിഡ് സോളാർ സിസ്റ്റമാണ്. വാട്ട്സ് മീറ്റർ എന്ന് പറയുമ്പോൾ നമ്മളെ ഗ്രിഡിൽ നിന്ന് വരുന്ന യൂണിറ്റാണ്. എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഒരു MPPT റിലേ, ഈ MPPT റിലേ ഓഫാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് നമ്മളെ വീട്ടിലെ ലോഡ് നമ്മളെ KCBയിലോട്ട് ചേഞ്ച് ആവും. അപ്പോൾ ആ ചേഞ്ച് ആകുമ്പോൾ എടുക്കുന്ന യൂണിറ്റാണ് ഇവിടെ കാണാം. ഇതിപ്പോൾ ഒരാഴ്ച ഉപയോഗിച്ച യൂണിറ്റാണ്. വീട്ടിൽ 10 യൂണിറ്റാണ് ഒരാഴ്ച കൊണ്ട് ഈ വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ബാക്കി കംപ്ലീറ്റും ഈ സോളാറിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഡിസ്ട്രിബ്യൂഷൻ ബോക്സാണിത്. അപ്പോൾ ഇത് വച്ചിരിക്കുന്നത് ഈ ഗ്രിഡിൽ നിന്ന് വരുന്ന വോൾട്ടേജ് ഏതെങ്കിലും രീതിയിൽ ചിലപ്പോൾ നമ്മളെ ഇടിമിന്നൽ സമയത്തൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഓഫാക്കാൻ, അതുപോലെ എസ് പി ഡിയും വച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇത്രയും ഭാഗം നമ്മൾ ഗ്രിഡിൽ നിന്ന് KCB ലൈനിലുള്ള പ്രൊട്ടക്ഷനാണ് ഈ ഒരു സംവിധാനം. ഇൻവെർട്ടറിൽ നിന്ന് ഉപയോഗിക്കുന്ന കറണ്ട് എത്ര യൂണിറ്റ് നമ്മളെ വീട്ടിൽ ഉപയോഗിച്ചു എന്നറിയാൻ വേണ്ടി വച്ചിരിക്കുന്ന ഒരു എനർജി മീറ്ററാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇത്രയും ഭാഗം ഇൻവെർട്ടറിൻ്റെ സെക്ഷനാണ്. ഇൻവെർട്ടറിൽ നിന്ന് വരുന്ന ന്യൂട്രും ഫേസുമാണ്. അപ്പോൾ ഇത് കുറച്ചും കൂടെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ് ഈ ഒരു ഫ്യൂസ് ഇട്ടേക്കുന്നത്. ഈ ഫ്യൂസിൽ നിന്ന് നേരെ ഈ ചേഞ്ച് ഓവറിലാണ് പോകുന്നത്. ഈ ചേഞ്ച് ഓവർ സ്വിച്ചാണ് ഈ വച്ചിരിക്കുന്നത്. ഈ ചേഞ്ച് ഓവർ സ്വിച്ച് താഴോട്ടാണെങ്കിൽ ഇൻവെർട്ടറും, മുകളിലോട്ടാണെങ്കിൽ നമ്മൾ KCBയിലോട്ടും മാറ്റാൻ പറ്റും. കാര്യം ഈ ഇൻവെർട്ടർ ലൈനിൽ എന്തെങ്കിലും ഒരു വർക്കൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ നേരെ ചേഞ്ച് ഓവർ ചെയ്ത് നമുക്ക് KCBയിലോട്ട് മാറ്റാൻ പറ്റും. ഈ റെഡ് ലൈറ്റാണ് KCB, ഇവിടെ ഒരു ഗ്രീൻ ലൈറ്റ് കാണാം. ഇതാണ് നമ്മൾ ഇൻവെർട്ടർ ലൈനായിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പം ഇവിടെ നിന്ന് നേരെ ഈ AC ഡിസ്ട്രിബ്യൂഷൻ ബോക്സിലോട്ട് വരും. ഇതിൽ നിന്നാണ് നമ്മൾ നേരെ നമ്മളെ വീട്ടിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതാണ് 5 കിലോ വാട്ടിന് നമ്മൾ വച്ചിരിക്കുന്ന ഒരു സോളാർ MPPT ചാർജ് കൺട്രോളറാണ്. SPSൻ്റെ സോളാർ MPPT ചാർജ് കൺട്രോളറാണ്. ഇതിപ്പോൾ റിലേ ഓൺ ആയിട്ടുണ്ട്. കുറച്ച് മുമ്പായിട്ട് നമ്മൾ നോക്കിയപ്പോഴത്തേക്കും എക്സസ് വോൾട്ടേജും ഉണ്ട്. ഇപ്പോൾ ഫ്ലോട്ടാണ്, എന്നുവെച്ചാൽ ബാറ്ററി ഫുള്ളായി. ഇപ്പോൾ ഫ്ലോട്ട് ചാർജ് അങ്ങനെയാണ് നടക്കുന്നത്. കാര്യങ്ങളെല്ലാം നമ്മളിതിൻ്റെ ഫങ്ഷനിങ് എല്ലാം സാധാരണ SPSൻ്റെ MPPT ചാർജ് കൺട്രോളറിൻ്റെ അതേ ഫങ്ഷനിങ് തന്നെ. ഒരു 80 ആംപിയറിൻ്റെ ആണിത്. എത്ര VOC, 12 വോൾട്ടിൽ എത്ര VOC കൊടുക്കുക, എത്ര വാട്ട്സ് പാനൽ കൊടുക്കുക, 24 വോൾട്ടിൽ എത്ര VOC കൊടുക്കുക, എത്ര വാട്ട്സ് പാനൽ കൊടുക്കുക, 36 വോൾട്ടിൽ എത്ര VOC കൊടുക്കാം, എത്ര വാട്ട്സിൻ്റെ പാനൽ കൊടുക്കാം എന്ന് വ്യക്തമായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇപ്പം 48 വോൾട്ട് കൊടുക്കാം, 72 വോൾട്ട് കൊടുക്കാം. അപ്പം 72 വോൾട്ട് കൊടുക്കുമ്പോൾ 5500 വാട്ട്സ് വരെ നമുക്ക് പാനൽ ഇതിൽ ലോഡ് ചെയ്യാൻ, കണക്ട് ചെയ്യാൻ പറ്റും. മോഡൽ ഗ്രീൻ 80 ആണ്. 80 ആംപിയറാണ് ഇതിൽ സപ്പോർട്ട് ചെയ്യണത്. അപ്പം അത്യാവശ്യം നല്ലൊരു MPPT ആണ്. SPSൻ്റെ എല്ലാ MPPTയും അത്യാവശ്യം നല്ലതാണ്. കാരണം മറ്റ് MPPTകൾ മോശമെന്നല്ല പറയുന്നത്, നമ്മൾ SPSൻ്റെ MPPTകളാണ് കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ MPPTക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. വൈഫൈ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു MPPT ആണ്. നമ്മളെ മൊബൈൽ ഫോൺ വഴി എവിടെ ഇരുന്ന് കഴിഞ്ഞാലും നമുക്ക് വ്യക്തമായിട്ട് കറക്റ്റ് ഒരു മോണിറ്ററിങ് നമുക്ക് നടത്താൻ പറ്റും. കാര്യം നമ്മളെ വീട്ടിൽ എത്ര ലോഡ് എടുക്കുന്നു, സോളാറിൽ നിന്ന് എത്ര വാട്ട്സ് നമുക്ക് കിട്ടുന്നു, അങ്ങനെ എല്ലാം നമ്മളെ ഇൻവെർട്ടറിൽ എത്ര ഉണ്ട്, ഇനി എത്ര മണിക്കൂർ ഉപയോഗിക്കാൻ പറ്റും, അങ്ങനെയുള്ള എല്ലാ കണക്കും നമുക്ക് ഈ ഒരു MPPT വഴി നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ഇതാണ് വൈഫൈയുടെ ആ ഒരു സെറ്റപ്പ്. 2 സ്ട്രിങ് ആയിട്ടാണ് ഈ പാനൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 2 ഓരോ സ്ട്രിങ്ങിനും SPD, DC ഫ്യൂസ്, MCB, DC MCB, SPD എല്ലാം സെറ്റാക്കി ചെയ്തിട്ടുണ്ട്. ഇവിടെ SPD എർത്തുണ്ട്. ഈ എർത്തും കൂടെ ഇനി ഇതിൽ ചെയ്യാനുള്ളൂ. നമ്മൾ 5 കിലോ വാട്ടിൻ്റെ ഇൻവെർട്ടർ SPSൻ്റെയാണ്. ഇതിലും ഇതിൻ്റെ ഡിസ്പ്ലേയിൽ ഇതിൻ്റെ എല്ലാ ഫങ്ഷനും കാണാൻ സാധിക്കും. ഇപ്പോൾ സിസ്റ്റം ഓണാണ്, ബാറ്ററി ലോ ഉണ്ട്, ചാർജിങ് ഓണുണ്ട്, മെയിൻസ് ഓണുണ്ട്, ഓവർലോഡ് പ്രൊട്ടക്ഷൻ, സോളാർ മോഡ്. അങ്ങനെ ഇപ്പോൾ സോളാറിൽ നിന്നാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. UPS മോഡ്, ഇപ്പോൾ സോളാറിലാണ് നമ്മൾ സ്വിച്ച് ഓൺ ആക്കി ഇട്ടിരിക്കുന്നത്. UPS മോഡിലുണ്ട്. പിന്നെ പവർ ഓൺ ഓഫ്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല വലിയൊരു സൈസാണ് ഇൻവെർട്ടർ. 5 കിലോ വാട്ടിൻ്റെയാണ്. ഒരു ട്രോളി ടൈപ്പാണ്.
നമ്മൾ MPPT ഇപ്പോൾ എക്സസ് ആണ് കാണിക്കുന്നത്. ബാറ്ററി ഇപ്പം പാനൽ സോളാർ പീക്ക് 1636 വാട്ട്സാണ് നമുക്ക് സോളാർ പീക്ക് കിട്ടുന്നത്. ബാറ്ററി വോൾട്ടേജ് 57.5 വോൾട്ട്. സോളാർ ചാർജിങ് 15 ആംപിയറിലാണ് ഇപ്പോൾ സോളാർ ചാർജിങ് ആവുന്നത്. സോളാർ ഔട്ട്പുട്ട് 892 വാട്ട്സ് ഔട്ട്പുട്ട് ഉണ്ട്. ഇതിനകത്തുള്ള AC നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ AC നമ്മൾ 24-ലാണ് വച്ചിരിക്കുന്നത്. തീരെ സ്വിച്ചും കാര്യങ്ങളൊക്കെ വച്ചിരിക്കുന്നത്. ഈ ഒരു 20 ആംപിയറിൻ്റെ 2 വേ സ്വിച്ചാണിത്. അപ്പോൾ ഈ 2 വേ സ്വിച്ച് വച്ചിരിക്കുന്നത് താഴോട്ടായി കഴിഞ്ഞാൽ നമ്മളെ ഇൻവെർട്ടറിലോട്ടും മുകളിലോട്ടായി കഴിഞ്ഞാൽ KCBയിലോട്ടും ആണ് ആവുന്നത്. അല്ലെങ്കിൽ മഴക്കോളൊക്കെ ഉള്ള സമയത്ത് ബാറ്ററിയുടെ ചാർജ് കുറവാണെങ്കിൽ നമുക്ക് ഇവിടെ ഈ ബെഡ്റൂമിൽ തന്നെ ഇരുന്നും കൊണ്ട് നമുക്ക് KCBയിലോട്ട് ചേഞ്ച് ചെയ്ത് മാറ്റാൻ പറ്റും. ഇങ്ങനെ സ്വിച്ച് വയ്ക്കുമ്പോൾ 20 ആംപിയറിൻ്റെ സ്വിച്ച് തന്നെ ഉപയോഗിക്കണം. ഇതതിൻ്റെ പവർ സ്വിച്ചാണ്. 32 ആംപിയറിൻ്റെ പവർ സ്വിച്ചാണ്. ഇതിലാണ് നമ്മൾ AC ഓൺ ആക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഇൻവെർട്ടറിലാണ് നമ്മൾ ഈ AC ലോഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇൻവെർട്ടറിൽ എത്ര ലോഡ് എടുക്കുന്നു എന്ന് കാണിച്ചു തരാം. ഈ വീഡിയോയിൽ കാണാം AC നമ്മൾ ലോഡ് ചെയ്തിട്ടും എക്സസ് ആണ് കാണിക്കുന്നത്. കണ്ട സോളാർ ഔട്ട്പുട്ട് 1555 വാട്ട്സ് നമുക്കിവിടെ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. AC ഇട്ടിട്ടും എക്സസ് ആണ് കാണിക്കുന്നത്. KCBയുടെ ഐസൊലേറ്റർ ഓഫ് ചെയ്യണം. KCBയുടെ ഐസൊലേറ്റർ ഓഫ് ചെയ്തിട്ടുണ്ട്. മീറ്റർ ഓഫായിട്ടുണ്ട്. ഇവിടെ ഈ AC ഡിസ്ട്രിബ്യൂഷൻ ബോക്സും ഓഫായിട്ടുണ്ട്. ഇനി ഇൻവെർട്ടറിൻ്റെ ലോഡ് കാണിച്ചു തരാം. ബാറ്ററി വോൾട്ട് 55.5. ഇൻവെർട്ടർ ഓണ്. ഔട്ട്പുട്ട് 220 വോൾട്ട് ഉണ്ട്. 988 VA നമുക്ക് ഇതിൽ നിന്ന് ലോഡ് ചെയ്യുന്നുണ്ട്. 988 ഇതിൽ നിന്ന് ലോഡ് ചെയ്യുന്നുണ്ട്. AC ഇൻവെർട്ടറിലാണ് ലോഡ് ചെയ്തിരിക്കുന്നത്. എല്ലാ ഉപകരണങ്ങളും ഇപ്പം ഇൻഡക്ഷൻ കുക്കർ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, AC എല്ലാം ഇവിടെ ഈ ഇൻവെർട്ടറിൽ തന്നെയാണ് അവർ ഉപയോഗിക്കുന്നത്. കാര്യം ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പം നമ്മൾ മഴക്കോളൊക്കെ വരുമ്പോൾ നമ്മൾ ബാറ്ററിയുടെ ബാക്കപ്പൊക്കെ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കും. പക്ഷേ എത്ര മഴക്കോളുണ്ടെങ്കിലും വലിയ ഉപകരണങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിലും ബാക്കി വീട് ഫുള്ള് നമുക്ക് ഇതിലാണ് ഉപയോഗിച്ചത്. ഇവിടെ ആദ്യം 1800 രൂപ വരെ ഇവിടെ കറണ്ട് ബില്ല് വന്നുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇപ്പോഴത്തെ ബില്ല് ഞാൻ പിന്നീട് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് പാനൽ ബാറ്ററി ഒന്ന് നോക്കാം. വീടിൻ്റെ പുറകു വശത്തായിട്ടാണ് ബാറ്ററി വച്ചിരിക്കുന്നത്. 150 AHൻ്റെ 4 ബാറ്ററിയാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. 48 വോൾട്ടായിട്ട് 150 AHൻ്റെ 4 ബാറ്ററി സീരീസ് കണക്ഷനായിട്ട് കൊടുത്ത് നമ്മൾ 48 വോൾട്ടായിട്ടാണ് ഇൻവെർട്ടറിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ 4 ബാറ്ററി ട്രേയിലാണ് വച്ചിരിക്കുന്നത്. കാര്യം ഇതുപോലെ നല്ല നീറ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ബാറ്ററി നല്ല രീതിയിൽ ലൈഫ് കിട്ടും. കാര്യം ഈ നമ്മുടെ ഓഫ് ഗ്രിഡ് ഇൻവെർട്ടറിൻ്റെ ഈ ഓഫ് ഗ്രിഡ് സോളാർ സിസ്റ്റം ചെയ്യുന്നതിൻ്റെ നഷ്ടമെന്ന് പറയുന്നത് ഈ ബാറ്ററിയാണ് നമുക്ക് പ്രശ്നങ്ങളുണ്ടാക്കുന്നത്. അപ്പോൾ ഈ ബാറ്ററി വെള്ളമെല്ലാം കറക്റ്റ് ചേഞ്ച് ചെയ്ത് നല്ല രീതിയിൽ ബാറ്ററിയെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വർഷം നമുക്ക് ഈ ബാറ്ററി ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ പാനൽ വെച്ചിരിക്കുന്നത് നമ്മളെ വീടിൻ്റെ മുകളിലായിട്ടാണ് ഈ പാനൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് സ്ട്രക്ചറൊക്കെ ചെയ്ത് ഈ സ്ട്രക്ചറെല്ലാം സ്വന്തമായിട്ട് തന്നെ പുള്ളി സ്വന്തമായിട്ട് തന്നെ ചെയ്ത് വച്ചിരിക്കുന്നതാണ്. 24 വോൾട്ടും 545 വാട്ട്സിൻ്റെ പാനലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മൈക്രോടെക്കിൻ്റെ 4 പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ലൈറ്റിംഗ് അറസ്റ്റും കാണാം. മൾട്ടി സ്പൈക്കാണ്. എൻ്റെ വയറിങ്ങൊക്കെ നല്ല നീറ്റായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എല്ലാ കണക്ഷനും നമ്മൾ ഈ ഒരു ജംഗ്ഷനിൽ കൊണ്ടുവന്ന് നമ്മൾ പൈപ്പ് വഴി 2 സ്ട്രിങ്ങായിട്ട് താഴെ MPPTയിലേക്ക് ഈ പൈപ്പ് വഴിയാണ് MPPTയിലേക്ക് കൊണ്ടുപോകുന്നത്. ഇത് 6mm² DC കേബിളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് മൈക്രോടെക്കിൻ്റെ 545 വാട്ട്സിൻ്റെ പാനൽ. അപ്പോൾ നമുക്ക് അതിൽ ഫുള്ള് അതിൻ്റെ ആംബിയറും VOC എല്ലാം വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഈ മൈക്രോടെക്കിൻ്റെ പാനൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പാനൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ 2 സ്ട്രിങ് ആയിട്ടാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ചെയ്തിരിക്കുന്നതിൻ്റെ ഉദ്ദേശം ഭാവിയിൽ ഒരു 4 പാനലും കൂടി ഇതിൽ ആഡ് ചെയ്യും. ഇത് പാനൽ ക്ലീൻ ചെയ്യാൻ ഇതുപോലെ ഒരു ലാഡറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മുകളിലോട്ട് കയറി
ഇവിടെ മോപ്പും ഇതിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നൊരു മോപ്പ് കാണാം. കാര്യം തറയെ നമ്മളെ വീടിനകമൊക്കെ തുടയ്ക്കുന്ന മോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൽ ഈ പൊടി ചെറിയ മണ്ണിൻ്റെയൊക്കെ അംശം കാണാം. അപ്പോൾ പാനൽ സ്ക്രാച്ച് വരും. 4 പാനൽ വച്ചിരിക്കുന്നത് കറക്റ്റ് ഒരേ ലെവലിന് 4 പാനൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇവിടെ ഇതുവഴി ഇങ്ങനെ നടന്ന് നമുക്കിത് ക്ലീൻ ചെയ്യാൻ പറ്റും. മൾട്ടി സ്പൈക്കിൻ്റെ ലൈറ്റിംഗ് അറസ്റ്റാണ് വച്ചിരിക്കുന്നത്. അപ്പോൾ എർത്തിങ് ഒക്കെ കറക്റ്റായിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. എല്ലാം സ്വന്തം പരിപാടിയാണ്. അതുകൊണ്ട് അതിനൊന്നും ഒരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല. പ്രൊട്ടക്ഷൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ഇല്ലാതെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. സ്ട്രക്ചർ എർത്ത് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. താഴെ കാണാൻ 2 പൈപ്പ് പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്യൂസൊക്കെ വേണ്ടി വരുമോ ഇല്ലയെന്ന് നിങ്ങൾക്ക് ഒരു സംശയം തോന്നാം. ഈ ഫ്യൂസൊക്കെ വച്ചിരിക്കുന്നത് ഇൻവെർട്ടറിന് അത്യാവശ്യം നല്ല വിലയുള്ളൊരു ഇൻവെർട്ടറാണ്. ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഒരു ഫാൾട്ട് വന്നാൽ ഫ്യൂസൊക്കെ പോകാൻ വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ പ്രൊട്ടക്ഷൻ എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അല്ലാതെ ഇത് വയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അകത്തല്ല ഇത് ചെയ്തിരിക്കുന്നത്. വീടിന് ചേർന്ന് വെളിയിലായിട്ട് മഴയൊന്നും പെയ്താൽ നനയാത്ത രീതിയിൽ നല്ല അടിപൊളിയായിട്ട് ഒരു ഷെഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 5 കിലോ വാട്ട് 4 സോളാർ പാനൽ, ഈ MPPT ചാർജ് കൺട്രോളർ, അപ്പോൾ ഈ ഒരു ഇൻവെർട്ടർ 5 കിലോ വാട്ടിൻ്റെ ഒരു ഇൻവെർട്ടർ, ഇതെല്ലാം കൂടി എത്ര രൂപയായെന്ന് നമ്മളൊരു ഏകദേശം ഒരു വില പറയാം. കാര്യം സ്വന്തമായിട്ട് നിങ്ങൾക്ക് ആരെങ്കിലും ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ ഒരു സോളാർ സിസ്റ്റം 5 കിലോ വാട്ട് ചെയ്യാം. ഒരു സോളാർ വയ്ക്കുന്നത് ലാഭമാണോ നഷ്ടമാണോ എന്നുള്ളത് ഇത് ഒരു ചോദ്യമാണ്. പക്ഷേ ഈ സോളാർ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ലാഭമാണ്, ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നഷ്ടമാണ്. കാര്യം നിങ്ങൾ ഒരു നിസ്സാരമായ രീതിയിലൊരു കണക്ക് കൂട്ടി നോക്കിയാൽ മതി. കാര്യം നിങ്ങളെ വീട്ടിൽ ഒരു വർഷത്തിൽ ഒരു 6 പ്രാവശ്യമാണ് കറണ്ട് ചാർജ് അടയ്ക്കേണ്ടി വരുന്നത്. അപ്പോൾ അത് എത്ര രൂപയാണെന്ന് നോക്കണം. എന്നിട്ട് ഒരു 25 വർഷം അല്ലെങ്കിൽ ഒരു 20 വർഷം, നമ്മൾ സോളാർ പാനലിന് ഒരു 20-25 വർഷമാണ് വാറണ്ടി കിട്ടുന്നത്. അത്രയൊന്നും പോവില്ല, ഒരു 10-15 വർഷമൊക്കെ അതിൽ നിന്ന് കറക്റ്റ് ആ ഒരു വാട്ട്സും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ എഫിഷ്യൻസിയൊക്കെ കുറയും. അപ്പോൾ ഈ ഒരു MPPTക്ക് 5 വർഷമാണ് വാറണ്ടി. ഈ ഇൻവെർട്ടറിനും ഏകദേശം അത് അങ്ങനെ തന്നെയാണ് വാറണ്ടി. അപ്പോൾ ആ ഒരു രീതി കൊണ്ടാണ് ഇത്രയും ഒരു പ്രൊട്ടക്ഷന് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എർത്തിങ് എല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഒരു വർഷം 6 പ്രാവശ്യമാണ് കറണ്ട് ബില്ല് അടയ്ക്കുന്നത്. അപ്പം 1000 രൂപ വെച്ചാണെങ്കിൽ നിങ്ങൾ കണക്ക് കൂട്ടി നോക്കിയാൽ മതി. ഇത് ഇത്രയും സാധനങ്ങൾ നമ്മൾ ഒരുമിച്ച് വാങ്ങിച്ച് സെറ്റ് ചെയ്യുന്നതാണോ ലാഭം, പിന്നെ അല്ലാതെ ആ പൈസ നമുക്ക് കറണ്ട് ബില്ലായിട്ട് തവണകളായിട്ട് അടയ്ക്കുന്നതാണോ ലാഭം എന്ന് നിങ്ങൾക്ക് നോക്കാം. പക്ഷേ ഇത് നമ്മളെ എപ്പോഴും നമ്മളെ വീട്ടിൽ കറണ്ട് കാണും. നമുക്ക് ആവശ്യത്തിന് നമുക്ക് കറണ്ട് ഉപയോഗിക്കാം. പകൽ സമയത്ത് അല്ലെങ്കിൽ രാത്രിയും ഈ വീട്ടിൽ ഇതുവരെ 600 ആംപിയർ ബാറ്ററിയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം രാത്രി ഇവിടെ ഫ്രിഡ്ജും എല്ലാം ഈ രാത്രി ഇതിൽ തന്നെയാണ് ഓട്ടിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കറണ്ട് ബില്ല് ഞാൻ കാണിച്ചു തരാം. ഈ മാസത്തെ കറണ്ട് ബില്ല്, കാര്യം ഇത് സെറ്റ് ആക്കിയിട്ട് ഒരു ഏകദേശം ഒരു 3-4 മാസമായി. അപ്പോൾ ഈ മാസത്തെ കറണ്ട് ബില്ല് ഞാൻ കാണിച്ചു തരാം. ഇതും കൂടെ പറയാം. നമുക്ക് ഈ സോളാറിൻ്റെ വർക്ക് അല്ല ഇത്, നമ്മൾ ചെറിയ പാനൽ മുതൽ ആദ്യം മുതൽ നമ്മൾ വലിയ പാനൽ വരെ വാങ്ങിച്ച് ഉപയോഗിച്ച് പൈസകളൊക്കെ ഒരുപാട് പോയി. അങ്ങനെയാണ് നമ്മൾ ഇത് പഠിച്ചത്. അപ്പോൾ ഇതാണ് ഈ വീട്ടിലെ ഈ മാസത്തെ കറണ്ട് ബില്ല്. നമുക്കതാ ഇവിടെ ആയിട്ട് കാണാം എത്രയാണ് കൺസ്യൂം ചെയ്തിരിക്കുന്നതെന്ന്. 32 യൂണിറ്റാണ് ഈ 2 മാസം ഇവരിവിടെ KSEBിയിൽ നിന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. ആവറേജ് 40ആണ്. ഇപ്പോൾ 32 യൂണിറ്റാണ് ഇവിടെ ഈ വീട്ടിലത്തേക്ക് KSEBിയിൽ നിന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. താഴെ കാണാം ബിൽ എമൗണ്ട് 169 രൂപ, അഡ്വാൻസ് 420 രൂപ ഉണ്ട്. അപ്പം ഇത് അടയ്ക്കാനുള്ളത് 0 അപ്പോൾ ഇതാണ് ഇവിടുത്തെ കറണ്ട് ബില്ല്. അപ്പോൾ ഇത് നമ്മളിവിടെ ഈ സോളാറിൻ്റെ സിസ്റ്റം വച്ചത് അന്ന് മുതൽ ഏകദേശം ഒരു 4 മാസമായി. ഈ 2 പ്രാവശ്യവും 0 ബില്ലാണ്. ഇപ്പോൾ ഈ മഴ ടൈമിൽ ആണെങ്കിൽ കൂടി ഇവിടെ 0 വന്നിരിക്കുന്നത്. കാര്യം ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ഇടുന്ന ഈ മാസത്തെ ബില്ലാണ് ഈ വന്നിരിക്കുന്നത്. നമ്പർ കാണാം. ഇതാണ് ഇവിടുത്തെ കൺസ്യൂമർ നമ്പർ. സംശയമുള്ളവർക്ക് കയറി നോക്കാം എത്രയാണ് ബില്ല് വരുന്നതെന്ന്. അപ്പോൾ നമ്മൾ ഈ പാനൽ, ഈ ഇൻവെർട്ടർ, ഈ സോളാർ ചാർജ് കൺട്രോളർ എല്ലാം കൂടി ഏകദേശമാണ്. ചിലപ്പോൾ നമ്മൾ വാങ്ങിച്ച സമയത്ത് ഇത് റേറ്റ് കുറവായിരിക്കാം,
ഇപ്പോൾ ചിലപ്പോൾ റേറ്റ് കൂടുതലായിട്ട് 1,60,000 രൂപയാണ് നമ്മൾ ഈ ഒരു 5 കിലോ വാട്ടിന് ഇവിടെ ചിലവായിരിക്കുന്നത്. അത് സ്വന്തമായിട്ട് ഒരുപാട് വർക്ക് ചെയ്തത് കൊണ്ട് മാത്രമാണ് ഇത്രയും ഒരു പൈസയ്ക്ക് തീർന്നത്. ഓരോന്നിനും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് റേറ്റ് പറയാത്തത് കാര്യം ഇതിനൊക്കെ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ പ്രാവശ്യവും ഇതിന് റേറ്റ് മാറി കൂടിയും കുറഞ്ഞും ഒക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇടുന്നത് ഇതിൻ്റെ ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു രീതിയിലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടിയല്ല, നമ്മൾ സ്വന്തമായിട്ട് ചെയ്തതിൻ്റെ ആ ഒരു ഇതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഇത്രയും വലിയൊരു വർക്കൊക്കെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ സ്വന്തമായിട്ട് ചെയ്യാവൂ, അല്ലെങ്കിൽ ഒരു ടെക്നീഷ്യന്മാരെ തന്നെ ഏൽപ്പിക്കുന്നതായിരിക്കും നല്ലത്. കാര്യം ഒരുപാട് വിലയുള്ള സാധനങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ഇതിൻ്റെ എർത്തിങ്ങും കാര്യങ്ങളെല്ലാം പക്കയായിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ നമ്മളെ എർത്തിങ് എല്ലാം ചെയ്തിരിക്കുന്നത് എല്ലാം നല്ല രീതിയിലാണ്, അതിൻ്റേതായ ആ ഒരു കണക്കിനാണ് നമ്മൾ ഈ എർത്തിങ് എല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.